അതിന് വളരെ സൗമ്യമായി തന്നെയാണ് ഡോക്ടർ മറുപടി കൊടുത്തത്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് പാലക്കാട് ഇലക്ഷനിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ലോൺ എടുത്ത് വാങ്ങിയ ഒരു വീട്, ആ വീടിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കാൻ വേണ്ടി ഷാർജയിൽ നിന്ന് വന്ന് അതിൻ്റെ ഡോക്യുമെൻ്റ് കാണിച്ച് ഒരു പത്രസമ്മേളനം നടത്തി, അതും കൃത്യമായി കണ്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചു, ഒരു പൊളിറ്റിക്സിനോടും മമതയോ വിദ്വേഷമോ ഇല്ല. ഇങ്ങനെ സ്വന്തം അധ്വാനത്തിലൂടെ വാങ്ങിയെടുത്ത ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് തെളിയിക്കാൻ വേണ്ടി സന്നദ്ധയാകേണ്ടി വന്ന ഒരു അവസരത്തിൽ ആ ഒരു പൊളിറ്റിക്സിനോട് എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യസന്ധമായ ഉത്തരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നിഷ്പക്ഷമായി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇതിലൊന്നും കൂട്ടിക്കെട്ടാത്തത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാവുമ്പോൾ അപ്പുറത്ത് നമ്മളപ്പോൾ ശത്രുപക്ഷത്താണ് അല്ലേ, ഇൻക്ലൂഡിങ് ഞാൻ ശത്രുപക്ഷത്തായി. അപ്പോൾ അവർക്ക് ആ സമയത്ത് എന്താണ്, അവർക്കെതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചാരോപിക്കാൻ എന്താണ് കിട്ടുന്നത്, അവരത് ചെയ്യും. അത് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെനിക്കൊരു തെറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനതിനെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടൊന്നുമല്ല ആ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ വളരെ ക്ലിയറായി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെതിരെ ഒരു ആരോപണം വന്നു, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ബോധിപ്പിക്കേണ്ടത് പൊതുജനങ്ങളോടാണ്. അത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തിയാണ്. കാര്യം ഒരു എത്രയോ പത്രങ്ങളുടെ മുന്നിൽ, എത്രയോ മീഡിയാസിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ മാർഗത്തിലൂടെ എനിക്ക് തിരിച്ചും ഉത്തരം പറയേണ്ടതായിട്ട് വന്നു. അതൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയോ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയോ, അത് പത്രസമ്മേളനം കണ്ടവർക്ക് അറിയായിരിക്കും. ഉത്തരം നമ്മൾ ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കളങ്കമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണം. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരോപണം ഉന്നയിക്കുന്നത് ആരും ആയിക്കോട്ടെ, അത് XYZ ആണ് എന്നെ സംബന്ധിച്ചിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും XYZ ആയാലും ഞാൻ ഇതുതന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ സരിനെ ഷാർജയിലേക്ക് കൊണ്ടുവന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഷാർജയിലും UAE ഇപ്പോഴും കഷ്ടകാലത്തിന് എന്താ പറയുക, രാജഭരണം ആയിപ്പോയി. എന്ത് ചെയ്യാം, ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. പക്ഷെ ഒരു ലക്ഷ്യമില്ലാതായിപ്പോയി. അതുകൊണ്ട് പിന്നെ സരിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടുമില്ല. അതാണ് സത്യം. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം സരിൻ ചില ലക്ഷ്യങ്ങളുമായി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയൊരു ജോലി കളഞ്ഞു വന്നൊരു മനുഷ്യനാണ്. അതിനോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത് ആ തീരുമാനത്തെ ബഹുമാനിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഞാൻ ഷാർജയിലേക്ക് വരിക, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അത് പൂർണ്ണമായിട്ടുള്ള എൻ്റെ തീരുമാനമായിരുന്നു. എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയിൽ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എന്തിന് ഞാൻ എൻ്റെ പാർട്ട്ണറെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് വരണം? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം എന്ന് അദ്ദേഹം കരുതുന്നത് കേരളമാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളായിട്ട് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ചു വലിച്ചിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിക്കേണ്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ 2016 ജോലി വിടാൻ സമ്മതിക്കും. എത്ര ഈസി ആയിരുന്നു, എനിക്ക് ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് നിർബന്ധിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം അങ്ങനെയാണ്. കാരണം പലപ്പോഴും സ്ത്രീകളാണ് അതിൻ്റെയൊക്കെ ഇരയാവുന്നത്, തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. കാരണം ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമായിട്ട് പല സ്ത്രീകളും ഞങ്ങളുടെ കൂടെ തന്നെ എനിക്കറിയാം, ഡോക്ടർ ഈ MBBS സ്പെഷ്യലൈസ് ഒക്കെ ചെയ്ത് പല പെൺകുട്ടികളും വീട്ടിൽ കുട്ടിയെ നോക്കിയിട്ട്, ഞാൻ കുട്ടിയെ നോക്കിയിരിക്കുന്നത് മോശമായിട്ട് പറയല്ല, പക്ഷേ പലപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയുന്ന എത്രയോ പേരുണ്ട്, വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ കുടുംബം, കുട്ടി, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഇഷ്ടമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് കൊടുക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുക, അതിന് കൂടെ നിൽക്കുക, അതാണ് ചെയ്യുന്നത്.